ഹലോ നമസ്കാരം. JP പഞ്ചാസ്യൻ ആയുർവേദിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യമെന്ന് പറയുന്നത് നാഗപ്പിച്ചി. നമ്മുടെ തെറ്റിച്ചെടിയുടെ വീട്ടിൽ നിൽക്കുന്ന തെറ്റിച്ചെടി, ഒറ്റ നോട്ടത്തിൽ തെറ്റിച്ചെടി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഇലയുടെ മാതൃകയുള്ള ഒരു ഔഷധ സസ്യമാണ് നാഗപ്പിച്ചി. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ചിലന്തി, തേള്, പഴുതാര, പിന്നെ കടന്ത, അട്ട, ഇതേപോലെ ആയുർവേദ പ്രകാരം ലൂതാവിഷങ്ങളെന്ന് പറയും. ഇത്തരത്തിലുള്ള ജന്തുക്കളിൽ നിന്നുണ്ടാകുന്ന വിഷാംശങ്ങൾ പുരണ്ടിട്ടുള്ള അലർജി, സ്കിൻ അലർജിക്ക് പുറമേ പുരട്ടുന്നതിന് വേണ്ടിയാണ്, ഉള്ളിൽ കൊടുക്കാൻ പാടില്ല, പുറമേ പുരട്ടുന്നതിന് വേണ്ടിയാണ് സാധാരണയായി നാഗപ്പിച്ചി ഉപയോഗിച്ച് വരുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നാഗപ്പിച്ചി ഇല കുറച്ചെടുത്ത് നല്ലവണ്ണം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് പുരട്ടുകയാണ് സാധാരണ പതിവ്. അതോടൊപ്പം അതിൻ്റെ കക്കം അല്ലെങ്കിൽ കൊത്ത് നമുക്ക് പൂച്ചിടുക എന്ന് പറയും. ആ ഭാഗത്ത് ചതച്ച് തന്നെ പുരട്ടിയിട്ടിരിക്കാവുന്നതാണ്. ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ആ വിഷം വലിച്ചെടുക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന രോഗം മാറുന്നതുമാണ്. തെറ്റിച്ചെടിയുടെ വലിപ്പം മാത്രമേ ഇത് വളർന്നു വരാറുണ്ട്, ഒരുപാട് വളരാറില്ല. അതുകൊണ്ട് തന്നെ ഈ നാഗപ്പിച്ചി എവിടെയെങ്കിലും കേൾക്കുകയെങ്കിലോ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മളെ വീട്ടിൽ നടയിൽ നട്ട് കഴിഞ്ഞാൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. പിന്നെ ഇതിനെ തന്നെ തലയ്ക്കുണ്ടാകുന്ന അലർജികൾക്ക് എണ്ണ കാച്ചുന്നതിന് വേണ്ടിയും എടുക്കാറുണ്ട് വൈദ്യന്മാർ സാധാരണ. പിന്നെ മുറിവ് കെട്ടിയായിട്ട് എടുക്കാറുണ്ട്. പെട്ടെന്ന് മുറിവുണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കുന്നതിനും അതിൻ്റെ പെട്ടെന്ന് വ്രണം പൊറുക്കുന്നതിനുമൊക്കെ നാഗപ്പിച്ചിയില ഉപയോഗിച്ച് വരാറുണ്ട്. അത്തരത്തിൽ ഒന്നിക്കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യവും കൂടിയാണ് നാഗപ്പിച്ചി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകളെക്കുറിച്ചുള്ള ലഘുവിവരണം ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.